ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി കേരളത്തിൽ മാത്രം പൂട്ടുന്നത് എന്തിന്? ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് തൊഴിൽ മന്ത്രി. അടിയന്തര പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് കമ്പനിക്ക് സർക്കാരിന്റെ കർശന മുന്നറിയിപ്പ്. വിശദാംശങ്ങൾ കാണാം. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകൾ അടച്ചുപൂട്ടി 800ഓളം ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്ത് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ കർശന നിലപാടിൽ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച ചേർന്ന ഉന്നതതല യോഗം അന്തിമ തീരുമാനമാകാതെ പിരിഞ്ഞു. ജീവനക്കാരെ നിലനിർത്തുന്നതിനായുള്ള ബദൽ നിർദ്ദേശങ്ങളുമായി ജൂലൈ 20-ന് വീണ്ടും ചർച്ചയ്ക്ക് എത്തണമെന്നും അല്ലാത്തപക്ഷം തൊഴിൽ നിയമലംഘനത്തിന് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സംസ്ഥാന സർക്കാർ കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പുറമെ ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA, ലേബർ കമ്മീഷണർ സഫ്ന നസ്രുദ്ദീൻ, ട്രേഡ് യൂണിയൻ ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. കമ്പനിയുടെ പ്രതിനിധികൾ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജീവനക്കാരെ വെട്ടിച്ചുരുക്കുകയാണെന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്നും സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ സ്ഥാപനം അടച്ചുപൂട്ടിയ നടപടി പുതിയ വ്യവസായ ബന്ധപ്രകാരം തികച്ചും നിയമവിരുദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കമ്പനി മികച്ച ലാഭത്തിലാണെന്ന് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും നോയിഡ, ഹൈദരാബാദ് കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ മാത്രം തൊഴിലില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ മറ്റു വിഭാഗങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും അംഗീകരിക്കാനാകില്ലെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. നഷ്ടപരിഹാരം നൽകുന്നതിലല്ല, മറിച്ച് കമ്പനി സംസ്ഥാനത്ത് നിലനിർത്തുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ജൂലൈ 20-ലെ അടുത്ത യോഗം വരെ ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടിലിരിക്കാനായിരുന്നു കമ്പനിയുടെ നിർദ്ദേശം. ഇതിനെ സർക്കാർ ശക്തമായി എതിർത്തു. നിലവിൽ ലേബർ വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസിന് പുറത്തുവെച്ച് ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ ജീവനക്കാരുടെ മികവിനെ അഭിനന്ദിക്കുകയും മറ്റ് സെന്ററുകളിൽ അവർക്ക് പരിശീലനം നൽകുകയും ചെയ്ത കമ്പനിയുടെ ഇപ്പോഴത്തെ നടപടി ഇരട്ടത്താപ്പാണെന്ന് ഹൈബി ഈഡൻ MP കുറ്റപ്പെടുത്തി. ജീവനക്കാരെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് ലേബർ കമ്മീഷണർ ആവശ്യപ്പെട്ടു. അതേസമയം കടുത്ത മത്സരമുള്ള നിലവിലെ തൊഴിൽ വിപണിയിൽ 800ഓളം പേർക്ക് പെട്ടെന്ന് പുതിയ ജോലി കണ്ടെത്തുക എന്നത് അത്യന്തം ദുഷ്കരമാണെന്ന കടുത്ത ആശങ്കയിലാണ് ജീവനക്കാർ. ഇതിനിടെ പിരിച്ചുവിടലിൽ പ്രതിഷേധിച്ച് DYFI കൊച്ചിയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.